ഒരു EV വെഹിക്കിൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോഴുള്ള ചാർജിംഗ് സ്റ്റേഷൻസിന്റെ അവൈലബിലിറ്റി ആണോ നിങ്ങളുടെ കൺസേൺ? അതിനുള്ള സൊല്യൂഷനാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ട്രിപ്പ് പ്ലാനർ. ട്രിപ്പ് പ്ലാനർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പ്ലാൻ യുവർ ട്രിപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം വരുന്ന ഈ സ്ക്രീനിൽ നമുക്ക് വെഹിക്കിൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ടിയാഗോ EV ആണ്. ടിയാഗോ EVയുടെ ക്ലൈമറ്റ് റേഞ്ച് 315 കിലോമീറ്റേഴ്സ് ആണ് ഇതിലുള്ളത്. അതിനുശേഷം നമ്മൾ സോഴ്സും അതുപോലെ ഡെസ്റ്റിനേഷനും സെലക്ട് ചെയ്യണം. സോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണോ ട്രിപ്പ് തുടങ്ങുന്നത് ആ ഒരു സ്ഥലത്തെയാണ് സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഗോവ വരെ പോകുമ്പോഴുള്ള ചാർജിംഗ് സ്റ്റേഷൻസിന്റെ അവൈലബിലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ നമ്മുടെ സോഴ്സും ഡെസ്റ്റിനേഷനും സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഗെറ്റ് റൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മളുടെ റൂട്ട് മാപ്പ്. ഇതിൽ ഓറഞ്ച് കളറിൽ കാണുന്നത് നമ്മുടെ റൂട്ടും അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ചാർജിംഗ് സ്റ്റേഷനുകളും. ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് വരുന്നത് 744 കിലോമീറ്റർ ആണ്. അതുപോലെ ഇതിന് ടോട്ടൽ ടൈം എടുക്കുന്നത് 18 മണിക്കൂറാണ്. ഇത്രയും ദൂരത്തിനുള്ളിലുള്ള ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണമാണ് 149 എന്ന് പറയുന്നത്. അതുപോലെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 1290 രൂപ. ഇത്തരത്തിൽ ഏതൊരു സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷൻ വരെയുള്ള ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം നമുക്ക് ട്രിപ്പ് പ്ലാനർ യൂസ് ചെയ്തുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വെഹിക്കിൾസിന്റെ കണക്റ്റഡ് ആപ്പായ ira.tvയിലും ഈ ഒരു ട്രിപ്പ് പ്ലാനർ നമുക്ക് അവൈലബിൾ ആണ്.